എല്ലാവർക്കും ഷെബീസ് ലൈഫിലേക്ക് സ്വാഗതം. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മസാല കറിയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ബേബി പൊട്ടാറ്റോ ആണ്. നിങ്ങൾക്ക് സാധാരണ ഉരുളക്കിഴങ്ങ് എടുത്താലും മതി. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ പ്രഷർ കുക്കറും തീയൊക്കെ അനുസരിച്ചിട്ട് പൊട്ടാറ്റോയുടെ വേവിന് വ്യത്യാസം ഉണ്ടാകും. പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് 1 കിലോ പൊട്ടാറ്റോ ആണ് എല്ലാം കൂടി ഉള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. വലിയ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് പൊടിച്ചു കൊടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കറിക്ക് വെളിച്ചെണ്ണയേക്കാൾ കൂടുതൽ ടേസ്റ്റ് സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ തന്നെ ഒരു ബേ ലീഫ്, ഒരു പട്ടയുടെ കഷ്ണം, 2 ഏലക്ക, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 4 വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇത് വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ്. എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം വളരെ ചെറുതാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വലിയ ഉള്ളിയാണ്. മീഡിയം സൈസിലുള്ള 2 വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് വഴന്ന് ഗോൾഡൻ കളറിലാവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നല്ല ഒരു സ്മെല്ലുണ്ടാവും. ഈ സമയത്ത് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുകയാണ്. 2 തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്താൽ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അതുപോലെ നമ്മൾ സ്റ്റീലിൻ്റെ കുക്ക് വെയറാണ് ഉപയോഗിക്കണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം. പെട്ടെന്ന് അടിയിൽ പിടിക്കാനോ സൈഡ് കരിയാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഇടയ്ക്കൊന്ന് ഇടയ്ക്ക് കൊടുക്കണം നമ്മൾ കേട്ടോ. ഇനി ഇതിലേക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടാറ്റോ ചേർത്തിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് നന്നായി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇവിടെ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിലെല്ലാം മസാല പിടിക്കുന്ന രൂപത്തിൽ യോജിപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാല പിടിക്കുകയുള്ളൂ. അതിനുശേഷം തുറന്നിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കസൂരി മേത്തി ഇടാൻ മറന്നു പോകരുത്. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ രുചിയും ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇനി അതൊന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇത് പൂരിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.